ഒറ്റപ്പാലം തോട്ടക്കരയിൽ നടന്ന ഇരട്ടക്കൊലപാതകം ആസൂത്രിതമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട ദമ്പതികളുടെ വളർത്തുമകൾ സുൽഫിയയുടെ കുട്ടിയെ ഭർത്താവ് മുഹമ്മദ് റാഫിക്ക് നൽകേണ്ടതില്ല എന്ന നിലയിൽ കുടുംബം കോടതി ഉത്തരവ് നേടിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകങ്ങളിൽ കലാശിച്ചത്. തോട്ടക്കര നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവർ വെട്ടേറ്റു മരിച്ച കേസിൽ അറസ്റ്റിലായ മരുമകൻ മലപ്പുറം പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുഹമ്മദ് റാഫിയും ഭാര്യ സുൽഫിയയും തമ്മിലുള്ള വിവാഹമോചന കേസ് തിരൂർ കുടുംബ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ഉത്തരവ് പ്രകാരം ഇവരുടെ 3 വയസ്സുകാരൻ മകൻ മുഹമ്മദ് ഇഷാനെ റാഫിക്കൊപ്പം ആഴ്ചയിലൊരിക്കൽ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് പ്രകാരം കുട്ടിയെ മുഹമ്മദ് റാഫി കൊണ്ടുപോയെങ്കിലും കോടതി നിശ്ചയിച്ച സമയത്തിന് ശേഷം കുട്ടിയെ തിരികെ നൽകിയില്ല. ഇതിനിടെ ഇയാൾ ലഹരിക്കേസിലും പ്രതിയായി. ഇതിനു പിന്നാലെയാണ് കുട്ടിയെ ഇനി പിതാവിന് നൽകേണ്ടതില്ല എന്ന നിലയിൽ സുൽഫിയ കോടതിയിൽ നിന്ന് ഉത്തരവ് നേടിയത്. ഇതിന്റെ വൈരാഗ്യമാണ് അരും കൊലയിൽ കലാശിച്ചത്. റാഫി അടുക്കള ഭാഗത്തുകൂടി വന്നാണ് നസീറിനെയും സുഹറയെയും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. നസീറിന്റെ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. ഇതുൾപ്പെടെ 4 ഇടത്ത് കുത്തിയിട്ടു. കത്തി വയറിൽ തുളച്ചു കയറിയ നിലയിൽ ഇൻക്വസ്റ്റിനിടെ പോലീസ് കണ്ടെത്തി. വയറിലേറ്റ കുത്താണ് സുഹറയുടെ മരണകാരണം. ആന്തരികാവയവങ്ങൾ പുറത്തെത്തിയ നിലയിലായിരുന്നു. ആക്രമണത്തിനിടെ അടുത്തെത്തിയ ഇഷാനെ റാഫി ആക്രമിച്ചത് കയ്യിൽ കരുതിയിരുന്ന കത്തിരി കൊണ്ടാണെന്നാണ് പോലീസ് നിഗമനം. തോളിന് പരിക്കേറ്റ കുട്ടിയെ എടുത്ത് സുൽഫിയ മറ്റൊരു വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.